ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 10-60 വർഷം മുമ്പുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചക്ക ഉള്ള ദിവസങ്ങളാണ് ഈ ഒരു ഉച്ചയൂണ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഓരോ ദിവസമൊക്കെ ഉണ്ടാവും ചക്ക തീരുന്നവരെ ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ രീതി തന്നെ തുടരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം. ആ രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ പാത്രങ്ങളും ഗ്യാസും ഒക്കെ മാറ്റമുണ്ട് കേട്ടോ. എന്നും പറയാം, അന്നൊക്കെ വിറകിലായിരുന്നു. ഇത് പണ്ടത്തെ എൻ്റെ വീട്ടിലെ മുത്തശ്ശിയുടെ ഒരു ദിവസത്തൊക്കെ ഊണ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ അമ്മ അത് തുടർന്ന് വന്നു. ഞാനും അത് തന്നെ അതേ രീതിയിൽ തുടർന്ന് വരുന്നുണ്ട്. വളരെ നല്ലതാണ് ശരീരത്തിനും ഇതെല്ലാം. ചക്ക ഞാൻ എൻ്റെ പ്ലാവിൽ നിന്നൊരു ചെറിയ ചക്ക കിട്ടി. അപ്പോൾ അത് പണ്ടത്തെ നാടൻ ചക്കയല്ല കേട്ടോ, നാടൻ ചക്കയ്ക്കാണ് ടേസ്റ്റ്. ഇതിപ്പോൾ നമ്മുടെ വിയറ്റ്നാം മേളയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഈ ഡിസംബറിൽ ഇപ്പോൾ ചക്ക മൂത്തു എൻ്റെ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ചക്ക എടുത്തിട്ട് ഇത് നന്നാക്കിയപ്പോഴാണ് നമ്മുടെ ആ പഴയ റെസിപ്പി നമുക്ക് കൈവിടാതെ നമുക്ക് കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചക്ക നന്നാക്കി കഴിഞ്ഞ് അടുത്തത് നമ്മുടെ മുരിങ്ങയില എടുക്കുകയാണ്. ഇതാണ് ഏറ്റവും ഗുണമുള്ള ഒരു സംഭവമാണ്. നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം 2-3 തണ്ട് മതി, ഒരുപാട് ഉപയോഗിക്കണമെന്നില്ല. ഇതെടുത്ത് നമ്മൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോരനായിട്ട് എങ്ങനെയും കഴിക്കാം. വിളർച്ച, രക്തക്കുറവ്, കാൽസ്യക്കുറവ് എല്ലാം നികത്തി വരുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഈ ഒരു ശീലങ്ങളൊക്കെ ആയിരിക്കും നമുക്കിപ്പം നമ്മുടെ അമ്മമാരൊക്കെ ഇപ്പോഴും 90-95 വയസ്സ് വരെ ഷുഗർ, കൊളസ്ട്രോള് ഒന്നുമില്ലാതെ തന്നെ ഇരിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാവും. പക്ഷേ അവർ ഈ ഇതുപോലെ വിഷമടിച്ച സാധനങ്ങൾ ഒരുപാട് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങയില എടുത്താൽ എപ്പോഴും അങ്ങനെ വെച്ചാൽ കുടയണം കേട്ടോ. കർക്കിടക മാസത്തിൽ ഞങ്ങൾ എടുക്കാറുമില്ല, അതും പറയാം. കൊണ്ടുവന്ന മുരിങ്ങയില നമ്മളിതാ ഊരിയെടുക്കുക. ഞാൻ 2-3 തണ്ട് എടുത്തുള്ളൂ, അത് മതിയാവും. നമ്മൾ ചുമ്മാ ഒരു എന്താ പറയുക, പുളിക്കറി പോലെ അല്ലെങ്കിൽ ഒഴിക്കാനുള്ളൊരു സംഭവം, ഒഴിച്ചു കൂട്ടാനാണ്. അപ്പോൾ അത് നന്നാക്കി എടുക്കുക. മുരിങ്ങയിലയൊക്കെ കുട്ടികൾ തോരൻ വെച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമല്ല. എനിക്കും ഭയങ്കര ഒരു മടിയാണ് തോരൻ കൂട്ടാൻ. പക്ഷേ ഇതുപോലെയുള്ള എന്തെങ്കിലും കറിയിലൊക്കെ വെച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയെങ്കിലും 2 തണ്ട്, അന്ന് അമ്മമാരെന്താണെന്ന് വെച്ചാൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 തണ്ടെടുത്ത് ഇട്ട് കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ പിള്ളേർ വിളർച്ചയും ബ്ലഡ് കുറവ് ഒക്കെ വളരെ നല്ലതാണ് ഈ മുരിങ്ങയില കേട്ടോ. അപ്പോൾ മുരിങ്ങയില അതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വളരെ ഗുണമുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഞാൻ ഈ പറഞ്ഞു പോകുന്നതെല്ലാം. കാര്യം ഒരുപാട് വ്യൂവേഴ്സൊന്നും ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് വരണു. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ വഴിയെ മനസ്സിലാകും കേട്ടോ. വേറെ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇതാണ് പഴയ രീതിയിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇതാകുമ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കാരണം നമ്മൾ ഗ്യാസിലാണ്, വിറകടുപ്പിലല്ല. അപ്പോൾ കുക്കറിലേക്ക് നമ്മുടെ ചക്ക ആദ്യം വയ്ക്കുകയാണ്. ഇത് പൊടിയുന്ന കാര്യങ്ങൾ കഴിയും കേട്ടോ. അപ്പോൾ പുളിക്കറിക്കുള്ളത് അവിടെയായി. ചക്ക അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ടു. ഞാനിപ്പോൾ ചുമന്ന മുളക് പൊടി ചേർക്കുന്നില്ല. ഇതെല്ലാം എരിവ് കുറഞ്ഞുള്ള സംഭവങ്ങളാണ് പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതേ. അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പിട്ടു. ഇനി നമ്മൾ കുറച്ച് വെള്ളം, കുക്കറിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതി. ചക്കയ്ക്ക് അധികം വേവില്ലല്ലോ. അത് അടച്ച് വെച്ച് അവിടെ നിൽക്കട്ടെ, വിസിലിട്ട് വെച്ചു. ഇനി നമ്മൾ തേങ്ങ ഒന്നിച്ച് ആരെങ്കിലുമൊക്കെ ചൊരണ്ടിട്ട്, അന്ന് ഒരുപാട് പേരുണ്ട്, ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തു കേട്ടോ. ഒന്നിച്ചങ്ങ് ചുരണ്ടുക. എല്ലാ കറിക്കുള്ള തേങ്ങ ഒന്നിച്ച് ചുരണ്ടിയിട്ട് ഇതങ്ങനെ അമ്മമാരിങ്ങനെ വീതം വെച്ച് തരും. അതായത് ഇത് പുഴുക്കിന്, ഇത് പുളിക്കറിക്ക്, അല്ലെങ്കിൽ ഒഴിച്ചുകൂട്ടാനുള്ളത് ഇത് അങ്ങനെ പറയും. ഇപ്പം ഞാൻ പുഴുക്കിനുള്ളത് മാറ്റി വെച്ചത്. അതിനകത്തേക്ക് 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ കാന്താരി മുളകാണ്, തൊടിയിൽ നിന്ന് പറിക്കുന്ന കാന്താരി മുളക്. അന്നൊന്നും പച്ചമുളകല്ല വാങ്ങുന്ന, കാന്താരിയാണ്. 2 ചുവന്നുള്ളി, പിന്നെ ലേശം ജീരകം. അറിയാമല്ലോ പുഴുക്കിൻ്റെ അരപ്പ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, അതൊന്നും പ്രത്യേകം പറയേണ്ട. ജീരകം പഴയ രീതി അങ്ങനെയൊക്കെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ ചിലർ മസാലകളൊക്കെ ചേർക്കുന്നു മാത്രം. പിന്നെ ആ കൂടെ 2 കറിവേപ്പിലയും കൂടെ ചേർത്താൽ മതി. ഇനി നമ്മൾ ഒഴിച്ചുകൂട്ടാനുള്ളതിലും ലേശം ജീരകം ചേർക്കണം. 2 കറിവേപ്പില, 2നും വേണം. അത് കറിവേപ്പില എടുത്തു. ഇത്രേ വേണ്ടു. ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഒഴിച്ചുകൂട്ടാൻ മൊത്തം അരച്ചെടുക്കുകയാണ് നമ്മൾ. അതായത് ഇതിൽ കഷ്ണമൊന്നുമില്ലല്ലോ. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകം, തേങ്ങ ഇത്രേ വേണ്ടു. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഈ ഒഴിച്ചുകൂട്ടാനുള്ളത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. അതിനകത്തേക്ക് ലേശം പുളിയും കൂടെ ചേർക്കണം. പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോരൊഴിക്കാം. ഇപ്പം ഞാൻ പുളിയാണ് ചേർത്തത്. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പുഴുക്കിൻ്റെ അരപ്പ് അതിന് ശേഷം അരയ്ക്കുക. വെളുത്തുള്ളി ചേർക്കണതുകൊണ്ട് രണ്ടാമതെയാണ് പുഴുക്കിൻ്റെ അരപ്പ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കതൈ വെന്ത് കഴിഞ്ഞു. പിടിക്കുന്നതാണ്. ഇതിനൊന്നും സമയം വേണ്ട. അടുക്കളയിൽ നമ്മൾ പണി ചെയ്യുമ്പം
ഫുഡ് കാലാവുന്ന വരെ നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടായി പെട്ടെന്ന് അടുപ്പിലേക്ക് മാറി മാറി വെച്ചാൽ പെട്ടെന്ന് പണി കഴിയും. ഇതാ എൻ്റെ കുക്കറിൽ ദേ പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. അതിന് അരപ്പ് ചേർത്തു. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തുകൊണ്ട് അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായില്ല, പക്ഷെ നല്ല മഞ്ഞ കളറുണ്ട് കണ്ടോ. നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ച് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ തവിക്കണ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. അതവിടെ മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ ഒരുപാട് അന്നത്തെ അംഗങ്ങൾ ഒരുപാടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് കുറച്ചേ എടുത്തിട്ടുള്ളൂ, നമ്മുടെ ഇപ്പോൾ കഴിക്കാനുള്ളത് മതിയല്ലോ. അങ്ങനെ നമ്മൾ പുഴുക്ക് ചേർത്ത് വെച്ചു. ഇനി നമ്മൾ അടുത്തത് ഒഴിച്ചുകൂട്ടാനുള്ള ഒരു പാത്രം വയ്ക്കുക. അതായത് കൽച്ചട്ടിയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൽച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. പെട്ടെന്ന് താളിച്ച് ഒഴിച്ചാൽ മതി കറി, വേറെ ഒന്നുമില്ല. താളിച്ചിട്ട് അതിലേക്ക് കറി അങ്ങ് വറുത്തിട്ടങ്ങ് ഇടുക ചെയ്യണേ, അല്ലാണ്ട് കറി തിളപ്പിച്ച് പിന്നെ അതിലേക്ക് വറുത്തിടാൻ നിൽക്കുന്നില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു, 2 കടുക് ഇട്ടു, അതുപോലെ തന്നെ 2 ഉലുവ ഇടും. 2 ഉലുവ ഇട്ടു, 2 ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ടു, 2 ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഒന്ന് നന്നായിട്ട് ഇളക്കുക. 2 ചുവന്നുള്ളിയാണ് ചേർത്തിട്ടുള്ളത്, കറിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ 2 കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഉള്ളി മൂക്കുന്ന ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയില അതിലേക്ക് തട്ടിയൊന്ന് ഇളക്കാം. പെട്ടെന്ന് നമ്മുടെ കറികളാണ്. ഇതൊന്നും അധികം താമസം വേണ്ട, എന്നാൽ വളരെ ഗുണമുള്ളതാണ് ശരീരത്തിന്. അതായത് ഈ ചക്ക ഉള്ള സീസണിൽ എന്നും ചക്ക കഴിക്കണം നമ്മൾ, എന്നും എന്തെങ്കിലും വിധേന മെഴുക്കുരട്ടിയോ എരിശ്ശേരിയോ പുഴുക്കോ ചുമ്മാ പുഴുങ്ങി തിന്നോ, പച്ചക്ക് തിന്നോ അല്ലെങ്കിൽ പഴുപ്പിച്ച് തിന്നോ, എങ്ങനെയായാലും ചക്ക നമ്മൾ ദിവസം കഴിക്കാൻ നോക്കണം. ചക്കയുടെ സീസൺ എന്ന് വെച്ചാൽ 3 മാസം എന്തായാലും ചക്ക ഉണ്ടാവും ആ സമയങ്ങളിൽ. ഇപ്പോൾ എൻ്റെ പ്ലാവിൽ ഇപ്പോൾ ഡിസംബറാണേ. എനിക്കിപ്പോൾ ഈ പ്ലാവിൽ തുടങ്ങി അതിന് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെ ഇതിലെ ചക്ക ഉണ്ടാവും, മാർച്ച് വരെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ എൻ്റെ നാടൻ പ്ലാവിലുണ്ടാവും. അപ്പോൾ എങ്ങനെ ചക്ക എപ്പോഴും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ മറ്റേ മുരിങ്ങയിലിട്ട് വഴറ്റി അതിനകത്തേക്ക് നമ്മൾ അരപ്പ് ചേർത്തു. ഇതേ പരിപാടി കഴിഞ്ഞു. ഒരു മേള ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മുരിങ്ങയില ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ അരപ്പ് ചേർത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഈ സമയത്ത് നിങ്ങൾക്ക് പുളിയെല്ലാം മോരാ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. പരിപാടി ഇതേ കഴിഞ്ഞു. നമ്മുടെ 2 കൂട്ടം കറിയായി, അതായത് ഒഴിച്ചുകൂട്ടാനുമായി ഇതുമായി. പിന്നെ ഞങ്ങളിവിടെ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് തിളയ്ക്കരുത് കേട്ടോ. ഈ കറി തിളയ്ക്കണേ സൈഡ് വഴി അതുപോലെ പത വരുമ്പം കറി ഓഫ് ചെയ്യുക. കൽച്ചട്ടി ആയതുകൊണ്ടൊന്ന് ഇളക്കി ചേർത്തിട്ടേക്കുക, അല്ലെങ്കിൽ തിളച്ച് പോകും. മോരുകറി പോലെ തന്നെയാണ് ഈ സംഭവം. ഇത് പിന്നെ കുറേ വൈകുന്നേരത്തേക്കൊന്നും ഇരിക്കുന്നു വിചാരിക്കരുത്, ചിലപ്പോൾ ഒന്ന് ചീത്തയാവും തിളയ്ക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് ഉച്ചത്തേക്കുള്ള കറിയാണ്. രാത്രിയൊക്കെ മിക്കപ്പോഴും കഞ്ഞിയും ഇതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഒന്ന് ഉപ്പേരിക്കായിട്ട് നമ്മളിവിടെ ഇരുത്തിക്കുന്നത് കൂർക്കയാണെന്ന്. ഏതെങ്കിലും കിഴങ്ങ് വർഗ്ഗം വറുത്ത് ഉപ്പേരിയാക്കും. അതായത് ചേന, ചേമ്പ്, എന്തെന്നില്ല എല്ലാം ആക്കും. ചേന, ചേമ്പ്, അല്ലെങ്കിൽ ചക്ക, അല്ലെങ്കിൽ കായ, എന്തെങ്കിലും വറുത്തിട്ട്. ഇന്നിപ്പോൾ ഞാൻ കൂർക്കയാണ് കേട്ടോ വറുത്തെടുത്തേക്കണതേ.